സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ഗസാവിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അൽ മുസാറഅ ഇലൽ ഖൈറാത്ത്, നന്മയിലേക്കുള്ള കുതിക്കൽ എന്ന വിഷയമാണ്. നന്മയിലേക്ക് കുതിക്കുക എന്ന വിഷയം അത് സലഫുസ് സാലിഹ്യങ്ങൾ നമുക്ക് മാതൃകയുള്ളതായ ഒരു മഹാ അമലുസ് സാലിഹാത്തിൽപ്പെട്ടതാണ്. കഴിവിൻ്റെ പരമാവധി നാം നന്മ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് മുൻപന്തിയിലാവാൻ വേണ്ടിയുള്ളതായ പരിശ്രമം ഉണ്ടാവുക, അഥവാ നാം മറ്റുള്ളവർക്ക് മാതൃകയായി മാറാൻ സാധിക്കുന്ന രൂപത്തിലായി മാറുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ച തത്വങ്ങളിൽ ഒരു പ്രധാന തത്വമാണ്. അള്ളാഹു ഖുർആൻ പറഞ്ഞ, ഞാൻ നേരത്തെ ഓതിയതായ ആയത്ത് അതിന് നമുക്ക് പ്രചോദനം നൽകുന്നു. സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. നിങ്ങൾ ധൃതി കൂട്ടി ചെല്ലുക. എന്തിലേക്ക്? ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും, നിങ്ങളുടെ നാഥന്റെ പാപമോചനത്തിലേക്കും, വജന്നത്തിൻ സ്വർഗലോകത്തിലേക്കും. എങ്ങനെയുള്ള സ്വർഗലോകമാണ്? അർദുഹാ അസ്സമാവാതു വൽ അർദ്, അതിന്റെ അകൽച്ച ആകാശഭൂമിയുടെ അത്ര വീതിയാണ്. അങ്ങനെയുള്ള വിശാലമായ സ്വർഗലോകത്തിലേക്ക് നിങ്ങൾ ചെല്ലാൻ വേണ്ടി പാടുപെടുക, അതിനുവേണ്ടി ധൃതി കൂട്ടുക എന്ന് അല്ലാഹു പറഞ്ഞ ആ ശൈലി ഇതിന് പ്രചോദനമാണ്. നമ്മുടെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അഹ്യാ സുന്നതൻ ഹസനതൻ ഫിൽ ഇസ്ലാമി, അല്ലെങ്കിൽ മൻ സന്ന സുന്നതൻ ഹസനതൻ ഫിൽ ഇസ്ലാമി കുതിബ ലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു ഹസനത്തായ ഇസ്ലാമിൽ നല്ല സുന്നത്തുണ്ടാക്കിയാൽ, അഥവാ സുന്നത്തിനെ ഇഹ്യാ ചെയ്താൽ എന്ന അർത്ഥത്തിലേക്കാണ്, അഥവാ ഹയാത്താക്കിയാൽ, പുതുതായി ഉണ്ടാക്കലല്ല. ഇസ്ലാം കൽപ്പിച്ച, റസൂല് പഠിപ്പിച്ചതായ ഏതെങ്കിലും ഒരു ചെറിയ അത് ജനങ്ങൾ അതിനെ മെരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതിനെ ജനങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും ഹയാത്താക്കുന്നതിന്റെ പേരാണ് ഇഹ്യാ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഹയാത്താക്കി കഴിഞ്ഞാൽ അതാണ് ആ വാക്കിന്റെ അർത്ഥം. മൻ സന്ന സുന്നതൻ ഹസനതൻ, ഒരു സുന്നത്തിനെ. അപ്പോൾ സുന്നത്ത് എന്ന് പറഞ്ഞാൽ മുമ്പ് ഇസ്ലാമിൽ ഉള്ളത് എന്ന അർത്ഥത്തിലേക്ക്, എന്നല്ലാതെ പുതുതായിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് ഉണ്ടാക്കുന്നതല്ല. ഇപ്പോൾ നാം കേൾക്കാറുള്ളത് പോലെ, കാണാറുള്ളത് പോലെ വാട്സാപ്പിലൂടെയെല്ലാം ഇഷ്ടാനുസരണം ഇന്ന ആയത്തോതിയാൽ, ഇന്ന സൂറത്തോതിയാൽ, ഇന്ന ദിക്ർ ചൊല്ലിയാൽ ഇന്ന ഫലമുണ്ട് എന്ന് സ്വന്തം പോക്കറ്റിൽ നിന്നിട്ടോ അല്ലെങ്കിൽ എന്റെ ഷെയ്ഖിൽ നിന്നിട്ട് ഇജാസ കിട്ടി എന്ന പേരിലോ പറയുന്ന ആ പദ്ധതി, അത് യഥാർത്ഥത്തിൽ ബിദ്അത്താണ്, യഥാർത്ഥത്തിൽ സുന്നത്തല്ല. അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതുമല്ല. കാരണം അദ്കാറുകൾ മുഴുവനും മറ്റു ഇബാദത്തുകളെ പോലത്തെ ഒരു തൗഖീഫിയായ ഇബാദത്താണ്. തൗഖീഫി എന്ന് പറഞ്ഞാൽ ഖിഫ് ഹൈസുമാ ഔഖഫക അല്ലാഹ്, ഖിഫ് ഹൈസുമാ ഔഖഫക റസൂലുള്ളാഹ് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹ് നിന്നെ നിർത്തിയെടുത്ത് നിൽക്കുക, റസൂലുള്ളാഹ് നിന്നെ നിർത്തിയെടുത്ത് നിൽക്കുക, നിന്റെ പോക്കറ്റിൽ നിന്നിട്ട് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലേക്ക്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ആരെങ്കിലും ഒരു സുന്നത്ത് ഇസ്ലാമിൽ ഹസനത്തായത് ഉണ്ടാക്കിയാൽ, അഥവാ ഇഹ്യാ ചെയ്താൽ, കുതിബ ലഹു അജ്റുഹാ, അതിന്റെ പ്രതിഫലം അവന് നൽകപ്പെടും, അവന് എഴുതപ്പെടും. വഅജ്റു മൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതുപോലെ ആരെല്ലാം അമൽ ചെയ്യുന്നു അവരുടെ എല്ലാം പ്രതിഫലം അവന് ലഭിച്ചുകൊണ്ടേയിരിക്കും. മറ്റു ഹദീസുകളിൽ കാണാം, അദ്ദാലു അലൽ ഖൈരി കഫാഇലിഹി, ഖൈറിലേക്ക് വഴികാട്ടുന്നവൻ ഖൈർ ചെയ്തവനെ പോലെ തന്നെയാണ്, നന്മയിലേക്ക് വഴികാട്ടുന്നവൻ നന്മ ചെയ്തവനെ പോലെ തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കാണാം. അതെ, അപ്പോൾ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായ ആ സുന്നത്ത് മറന്നുപോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ വ്യാപകമായിട്ടില്ലെങ്കിൽ അതിനെ വീണ്ടും ഹയാത്താക്കുക എന്നതാണ് ഇഹ്യാ എന്ന് നാം പഠിച്ചല്ലോ. അതിൽ നാം മുൻപന്തിയിൽ വരുന്ന വ്യക്തി. ഞാൻ ഇങ്ങനെ അർത്ഥം പറയാൻ കാരണം എന്റെ പോക്കറ്റിൽ നിന്നിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞ സാഹചര്യം പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പശ്ചാത്തലം എന്താണെന്ന് പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധർമ്മത്തിലേക്കും സദഖയിലേക്കും പ്രേരിപ്പിച്ചു സഹാബാക്കളെ. അപ്പോൾ ഒരു വ്യക്തി ഒരു കെട്ട് സ്വർണവുമായിട്ട് അല്ലെങ്കിൽ നാണയങ്ങളുമായിട്ട് കൊണ്ടുവന്നു സമർപ്പിച്ചു. ഇത് കണ്ടപ്പോൾ എല്ലാ അദ്ദേഹത്തിന്റെ സഹാബാക്കളും അദ്ദേഹത്തിന്റെ ബാക്കിൽ സദഖ ചെയ്യാൻ, ധർമ്മം ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്തു. അവർക്ക് പ്രേരണ അതിലൂടെ ലഭിക്കുകയും ചെയ്തു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞ വാക്കാണ്, മൻ സന്ന സുന്നതൻ ഹസനതൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിൽ ഒരു ഹസനത്തായ സുന്നത്ത് ഒരാൾ ഉണ്ടാക്കി തുടങ്ങി വെച്ചാൽ കുതിബ ലഹു അജ്റുഹാ, അവൻ അതിന്റെ പ്രതിഫലം എഴുതപ്പെടും. വഅജ്റു മൻ അമില ബിഹാ ഇലാ യൗമിൽ ഖിയാമ, അത്
അതുപോലെ ചെയ്യുന്നവരുടെ എല്ലാം പ്രതിഫലം ഖിയാമത്ത് നാൾ വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെയുള്ള ഈ ഹദീസുകളും അതുപോലെ തന്നെ അതിനു മുമ്പ് നാം കേട്ട അള്ളാഹുവിന്റെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ ആ കലാമും സാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും എന്ന ആ ആയത്ത് മുമ്പിൽ വെച്ചിട്ട് നാം ഇന്ന് ഡോക്ടർ ഫൈസൽ ഗസാവി ചർച്ച ചെയ്ത വിഷയത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഇസ്ലാമിൽ മുൻപന്തിയിൽ ചെന്നതായ നേതാക്കളെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പുരുഷന്മാരിൽ ആദ്യം മുസ്ലിമായ വ്യക്തി, മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ സ്ത്രീകളിൽ മുസ്ലിമായ ആദ്യത്തെ വ്യക്തി, അപ്രകാരം തന്നെ കുട്ടികളുടെ കൂട്ടത്തിൽ മഹാനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു തആല അൻഹു, അതുപോലെ തന്നെ സെയ്ദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു അടിമകളുടെ കൂട്ടത്തിൽ ആദ്യമായി മുസ്ലിമായ വ്യക്തികൾ. ആ സ്ഥാനത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചു. അത് യഥാർത്ഥത്തിൽ അള്ളാഹു അവർക്ക് നൽകിയതായ ഒരു മഹാനേട്ടവും ആ പ്രാധാന്യവുമാണ്. അതുപോലെ തന്നെ മക്ക ഇമാം പറഞ്ഞതുപോലെ ളിയാഫത്ത് അഥവാ നബിമാരുടെ കൂട്ടത്തിൽ സൽക്കരിക്കുക, ആരെ വിരുന്ന് സൽക്കരിക്കുക, വിരുന്നൂട്ടുക അതിഥികളെ എന്ന വിഷയത്തിൽ മുൻപന്തിയിലെത്തിയതായ വിഭാഗം, അത് ആദ്യം ചെയ്തതായ വിഭാഗം മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുക്കലിലേക്ക് മലക്കുകൾ വന്നതായ സന്ദർഭത്തിൽ അവർ വന്നത് യഥാർത്ഥത്തിൽ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അവർ മനുഷ്യന്മാരുടെ കോലത്തിലാണ് വന്നത്. ആ സന്ദർഭത്തിൽ അവർ വന്ന ഉടനെ തന്നെ അള്ളാഹു പറയുന്ന ശരിയാണ് ഖുർആനിൽ, ഹൽ അതാക ദൈഫ് ഇബ്രാഹിം അൽ മുക്രമീൻ. മഹാത്മാക്കളായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ അതിഥികൾ ഇബ്രാഹിമിലേക്ക് ചെന്ന സന്ദർഭത്തെ നിങ്ങൾ പഠിക്കണം. ആ ചരിത്രം, ആ സംഭവം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രം പറയാൻ ആരംഭിക്കുന്നത്. അവർ പറഞ്ഞു ഖാലു സലാമ, അവർ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം സലാം, അതിന് മറുപടി വഅലൈക്കും സലാം അവരുടെ ഭാഷയിലാണ് പറഞ്ഞു. അപ്പോൾ ഖൗമുൻ മുൻകറൂൻ, നിങ്ങൾ എവിടുന്നാണ് മനസ്സിലാകുന്നില്ലല്ലോ, പരിചയമില്ലല്ലോ, നിങ്ങൾ പരിചയമില്ലാത്ത ആണല്ലോ എന്ന് പറഞ്ഞു. ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം ഏതായാലും അതിഥികളല്ലേ, അവരെ സൽക്കരിക്കാം, പിന്നെ ചിക്കിക്കുത്തി പരിശോധിക്കാം അവരാരാണ്, എവിടുന്ന് വന്നതാണ്, എന്തിനു വന്നതാണ്. അങ്ങനെ ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഫജാഅ ബിഇജ്ലിൻ സമീൻ, വളരെ നിറഞ്ഞ മാംസമുള്ളതായ ഒരു പശുവിനെ അറുത്തു കൊണ്ടുവന്നു. മറ്റായത്തിൽ കാണാം ഇജ്ലിൻ ഹനീദ്. ഹനീദ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയില് ചുട്ടതാണ്. എന്തിലൂടെ? കല്ലിലൂടെ. കല്ലിനെ ചൂട് പിടിപ്പിച്ചിട്ട് കല്ലുകളുടെ ഇടയിൽ വെച്ച് ചൂട് പിടിപ്പിച്ച് മാംസത്തെ പാകം ചെയ്യുന്ന ശൈലിയുടെ പേരാണ് ഹനീദ്. അങ്ങനെയുള്ള ഒരു പശുവിനെ തയ്യാർ ചെയ്ത് കൊണ്ടുവന്നു. എന്നിട്ട് ഫഖറബഹു ഇലൈഹിം, നോക്കൂ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം സ്വയം അവിടെ സുഫ്രയിലിരുന്നു. എന്നിട്ട് അതിലെ ആ ഭക്ഷണത്തെ അവരിലേക്ക് അടുപ്പിച്ചു. എന്നിട്ട് അവരോട് ഖാല അലാ തഅകുലൂൻ, തിന്നു ഭക്ഷിക്കൂ എന്ന് അവരോട് പറയുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് അതിഥികളെ സൽക്കരിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ ബഹുമാനിക്കേണ്ടത്, അവരോട് കൂടി ഇരുന്നു കൊണ്ടാണ് സൽക്കരിക്കേണ്ടത് എന്നതൊക്കെ ഇബ്രാഹിം അലൈഹിസ്സലാം പഠിപ്പിച്ച് കാണിച്ച രീതിയിൽപ്പെട്ടതാണ്. ഖുർആൻ നമുക്ക് ആ സംഭവം വിവരിക്കുന്നു. അതുപോലെ തന്നെ ഹദീസ് പരിശോധിച്ചപ്പോൾ കാണാൻ സാധിച്ചു, ആദ്യമായിട്ട് മാർഗ കല്യാണം കഴിച്ച വ്യക്തിയും അത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്നെയാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് മീശ വെട്ടാൻ ആരംഭിച്ച വ്യക്തിയും ഇബ്രാഹിം നബിയാണ്. ആദ്യമായിട്ട് അവരുടെ ശരീരത്തിലുള്ള മുടികളിൽ, മുഖത്താവട്ടെ തലയിലാവട്ടെ, അത് നര വന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനാണ്. ഇത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ മുഖത്ത് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. അതെ, അപ്പോൾ ഹദീസിന്റെ പരിപൂർണത എന്നോണം ഞാൻ പറഞ്ഞതാണ്. മഹാനായ ഇബ്രാഹിം ചോദിക്കേണ്ടായി, മാഹാദ, എന്താണ് റബ്ബേ ഇത്? വെളുത്ത മുടി കണ്ടപ്പോൾ അത്ഭുതമാണ്, ആദ്യമായിട്ടാണ്. അങ്ങനെ വെളുത്ത മുടിയെ കണ്ടപ്പോൾ അള്ളാഹു പറയുകയുണ്ടായി, എന്ത്? ഒക്കാറാണ്. അത് കഞ്ചങ്കം, പച്ച മലയാളത്തിൽ അത് ബഹുമതിയാണ്, ബഹുമാനമാണ്. അങ്ങനെയാണെങ്കിൽ ഒക്കാർ കൂട്ടിത്തരൂ റബ്ബേ എന്ന് മഹാനായ ഇബ്രാഹിം പറഞ്ഞു എന്നാണ് അലൈഹിസ്സലാം. അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉമ്മത്ത് മുഹമ്മദിൽ ആദ്യമായിട്ട് ഭൂമി അള്ളാഹിന്റെ വഴിയിൽ വഖഫ് ചെയ്തതായ വ്യക്തിയാണ്. ഖൈബറിൽ വെച്ചിട്ട് അദ്ദേഹത്തിന് ലഭിച്ചതായ ഭൂമിയെ അള്ളാഹുവിന് വേണ്ടി വഖഫ് ചെയ്തു. അപ്പോൾ അതിലൂടെ അതുപോലെ അവർക്ക് ശേഷം ആരെല്ലാം വഖഫ് ചെയ്യുന്നു ഖിയാമത്ത് നാൾ വരെ അവരുടെ എല്ലാം പ്രതിഫലം മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ലഭിക്കും എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ അവ്വലു മൻ ഹയ്യ ബി തഹിയ്യത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ തഹിയ്യത്ത് കൊണ്ട് ആദ്യമായിട്ട് തഹിയ്യത്ത് സമർപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടിയ വ്യക്തി മഹാനായ അബൂദർ അൽ ഗിഫാരി, നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായ ജുന്ദുബ് ഇബ്നു ജുനാദ എന്ന സഹാബിയാണ്. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദ്റത്തിലേക്ക് വന്നിട്ട് അൻഇം സബാഹ, ജാഹിലിയ കാലഘട്ടത്തിൽ പറയാറുള്ളതായ ആ സലാമാണ്. ആ വാക്ക് പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനേക്കാളും നല്ലത് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന സലാം പറയുക എന്ന് പഠിപ്പിച്ചു. അങ്ങനെ മഹാനായ അബൂദർ അൽ ഗിഫാരി ആദ്യമായിട്ട് അസ്സലാമു അലൈക്കും എന്ന് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇസ്ലാമിക സലാം മക്കയിൽ വെച്ചിട്ട് പറഞ്ഞതായ വ്യക്തിത്വമാണ്. അതെ, അതുപോലെ തന്നെ അതിന് മറുപടി മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിലൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അവ്വലു മൻ റമാ സഹമൻ, അഥവാ ഇന്ന് മക്ക ഇമാം പറഞ്ഞതായ സംഭവമാണ്. പരിശോധിച്ച് നോക്കിയപ്പോൾ ഹദീസ് സഹിയായിട്ടും അത് മഹാനായ സഅദ് ഇബ്നു അബി വഖാസിന്റെ പ്രത്യേകത പറയുന്ന രംഗത്തിലും പറയുന്നതായിട്ടും കാണാൻ സാധിച്ചു. സഅദ് ഇബ്നു അബി വഖാസ് ആദ്യമായിട്ട് ഇസ്ലാമിൽ അമ്പെയ്ത വ്യക്തിയാണ്. ഇസ്ലാമിൽ ആദ്യമായിട്ട് അമ്പെയ്ത വ്യക്തി അത് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിദാക അബി വ ഉമ്മി, എന്റെ ഉമ്മിയെയും വാപ്പയെയും നിങ്ങൾക്ക് ഞാൻ പ്രായശ്ചിത്തം നൽകുന്നു, എറിഞ്ഞോ എന്ന് മഹാനായ സഅദിനോട് റസൂലുള്ളാഹി കൽപ്പിക്കുകയും ചെയ്തു. ഉമ്മയും വാപ്പയും കൂട്ടി റസൂലുള്ളാഹി പറഞ്ഞത് അദ്ദേഹത്തിനോട് മാത്രമാണ് എന്നും ഹദീസിൽ കാണാവുന്നതാണ്. അതുപോലെ ഇസ്ലാമിൽ ആദ്യമായിട്ട് ഇസ്ലാമിൽ ഷഹീദായതായ വ്യക്തി ആരാണത്? മഹദിയായ നമ്മുടെ നേതാവായ സുമയ്യ റളിയല്ലാഹു തആല അൻഹയാണ്. അവര് ഇസ്ലാമിൽ ആദ്യത്തെ ഷഹീദത്താണ്. അമ്മാർ ഇബ്നു യാസിറിന്റെ ഉമ്മയാണ് മഹദിയായ ഷഹീദത്തായ സുമയ്യ. എന്നാൽ സുമയ്യ റളിയല്ലാഹു തആല അൻഹയെ പോലെ മുമ്പ് നാം സഅദിനെ കുറിച്ച് പറഞ്ഞതുപോലെ റളിയല്ലാഹു തആല അൻഹും ജമീഅൻ അവർക്കെല്ലാം അവർ ചെയ്യുന്നതായ പ്രവർത്തനത്തിന്റെ പ്രതിഫലം ഞാൻ നേരത്തെ കേൾപ്പിച്ച ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം ഷഹീദാകുന്നു ഇസ്ലാമിൽ അവരുടെ എല്ലാം പ്രതിഫലം ആർക്ക് കിട്ടും? സുമയ്യാക്ക് ലഭിക്കും. എന്നതുപോലെ ആരെല്ലാം ഇസ്ലാമിൽ അമ്പെയ്യുന്നു അവർക്കെല്ലാം, ആരെല്ലാം ഇസ്ലാമിൽ എറിയുന്നു അവർക്കെല്ലാം, ഇസ്ലാമിൽ ശത്രുക്കളെ എറിയുന്നു അവരുടെ എല്ലാം പ്രതിഫലം മഹാനായ സഅദിന് ലഭിച്ചുകൊണ്ട് ഇരിക്കും എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ ഇസ്ലാമിൽ ഇന്നിപ്പോ ലോകവ്യാപകമായ കോടാന കോടി പള്ളികളിൽ വിളിച്ചുകൊണ്ടിരിക്കുന്നതായ ബാങ്ക് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു ആണ്. കിനാവ് കണ്ട വേളയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരീകരിച്ച വേളയിലും റസൂലുള്ളാഹിന്റെ കൽപ്പനയാണ്, നിങ്ങൾ അന്ത സൗതൻ, നിങ്ങളാണ് ഏറ്റവും ശബ്ദം, നല്ല ഭംഗിയുള്ള ശബ്ദവും നല്ല ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കാൻ പറ്റുന്ന വ്യക്തിയും ആയതുകൊണ്ട് നിങ്ങൾ വിളിക്കൂ ബാങ്കി എന്ന് കൽപ്പിക്കുകയും അങ്ങനെ മഹാനായ ബിലാല് ബാങ്കിയായി ഇസ്ലാമിന്റെ ആദ്യത്തെ ബാങ്കിയായി മാറുകയും ചെയ്തു. ഖിയാമത്ത് നാൾ വരേക്കും ആരെല്ലാം ഇസ്ലാമിന് വേണ്ടി ബാങ്ക് വിളിക്കുന്നുവോ അവരുടെ എല്ലാം പ്രതിഫലം മഹാനായ ബിലാലിന് ലഭിക്കും എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ നാം നമ്മുടെ ഇസ്ലാമിന്റെ പ്രമാണമാകുന്ന ഖുർആനിനോട് തൊട്ടു നിൽക്കുന്ന, ഖുർആനിന്റെ വിശദാംശവും അല്ലാത്ത കാര്യങ്ങളും വിശദീകരിക്കുന്ന സ്ഥിരീകരിക്കപ്പെട്ട ഹദീസുകളെ ക്രോഡീകരിച്ചുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന പദ്ധതി ഉണ്ടാക്കിയത് മഹാനായ നമ്മുടെ നേതാക്കളിൽ മഹാവ്യക്തിത്വമായ നീതിമാനായ ഖലീഫയായി അറിയപ്പെട്ടതായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. അതെ, ഇതെല്ലാം നാം കേട്ടത് എന്താണ്? ഖൈറിലേക്ക്, നന്മയിലേക്ക് മുൻപന്തിയിൽ ചെന്നവരുടെ കഥയാണ്. അത് പറയാൻ ഇനിയും ധാരാളം പറയാനുണ്ട്. മക്ക ഇമാം ധാരാളം പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ ടൈമിന്റെ പരിമിതി പരിഗണിച്ചുകൊണ്ട് നാം ഷോർട്ടാക്കുന്നു. അഥവാ ഖൈറിലേക്ക് മുൻപന്തിയിലേക്ക് എത്തിയതുപോലെ തന്നെ ഖുർആൻ പറയുന്ന ശൈലി കാണാം. അല്ലാഹു പറയുന്നു, ജഅൽനാഹും അഇമ്മതൻ യദ്ഉന ഇലന്നാർ, അവരെ നാം നേതാക്കളാക്കി മാറ്റി. ഫറോവ പോലോത്ത, ഹാമാൻ പോലോത്ത, ഖാറൂൻ പോലോത്ത, അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളായ ആ പരാക്രമികളിലേക്ക് സൂചനയാണ്. അവരെല്ലാം നാം എന്ത് ചെയ്തു? നേതാക്കളാക്കി, പിന്തുടരുന്ന വ്യക്തിയാക്കി. എന്തിൽ? നരകത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്ന കാര്യത്തിൽ, നരകത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നതായ കാര്യത്തിൽ. നരകത്തിലേക്ക് പോകുമ്പോൾ അവർക്കൊക്കെ പതാകകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നരകത്തിൽ പോകുന്നവരിലും എന്തുണ്ട്? മുൻപന്തിയിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റായ കാര്യങ്ങൾ അവർ ചെയ്തത് തെറ്റാണല്ലോ നരകത്തിലേക്ക് പോകുന്നവർ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള നൂലാമാലകളും തോന്നിവാസങ്ങളും അക്രമങ്ങളും അനീതികളും അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവർ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ചെയ്യുന്നതായ തെറ്റുകൾ അവർക്ക് ലഭിച്ചുകൊണ്ടേ ഇരിക്കും. ആദ്യമായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ കൊല സംഭവിച്ചത് ഹാബീലിലൂടെയാണ്. ഹാബീലിനെ കൊന്നു. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയുണ്ടായി, ഖിയാമത്ത് നാൾ വരേക്കും ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ലോകത്തിലുള്ള സർവ്വ മനുഷ്യന്മാരെ വധിച്ച കുറ്റമാണ്. അപ്പോൾ ആദ്യമായിട്ട് വധിക്കുക എന്ന കുറ്റം ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സംഭവിക്കുക? അതിനുശേഷം സംഭവിക്കുന്ന ആ കൊലകൾക്കെല്ലാം അനധികൃതമായി അല്ലെങ്കിൽ ദുൽമായി ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെടുന്ന കൊലയാണ് ഈ പറയുന്നത്. അങ്ങനെയുള്ള കൊലയുടെ എല്ലാം തെറ്റുകൾ, അതിന്റെ എല്ലാം പ്രതികാരം ആർക്ക് കിട്ടും? ഹാബീലിന് കിട്ടും എന്ന അർത്ഥത്തിലേക്ക്. നമ്മുടെ മതത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ അവ്വൽ മൻ ഗയ്യറ ദീന ഇബ്രാഹിം നബി ഇസ്ലാം കൊണ്ടുവന്നതായ തൗഹീദ്, ആ കഅബയെ സ്ഥാപിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച തന്നെ വൈദ് ബവ്വഇനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക് ബി ഷൈഅ,
ശിർക്ക് നിർമാർജന കേന്ദ്രമായിട്ട് അള്ളാഹ് സ്ഥാപിക്കാൻ വേണ്ടിയാണ് മഹാനായ ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും കൽപ്പിച്ചത്. അപ്പോൾ ഈ ശിർക്കിൽ നിന്നിട്ട് കാബയെ ശുദ്ധീകരിച്ചുകൊണ്ട് കാബയെ അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്ന ഭവനമാക്കി മാറ്റാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ട ആ ഭവനത്തിൽ ആദ്യമായിട്ട് ശിർക്ക് കൊണ്ടുവന്ന വ്യക്തി, ബിംബത്തിനെ കൊണ്ടുവന്നിട്ട് സ്ഥാപിച്ച വ്യക്തി അംറു ഇബ്നു ലുഹൈ എന്ന വ്യക്തിയാണ്. അവൻ നരകത്തിൽ അവന്റെ ആമാശയം ഇങ്ങനെ പുറത്ത് ചാടിയും കൊണ്ട് നരകത്തിൽ ഇങ്ങനെ കറങ്ങുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വെച്ചിട്ട് ഒരു നമസ്കാരം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂര്യഗ്രഹണ നമസ്കാരം നമസ്കരിച്ച സന്ദർഭത്തിൽ നരകം റസൂലുള്ളാഹിക്ക് അള്ളാഹു കാണിച്ചു കൊടുത്ത സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റസൂല് നിസ്കാര സമയത്തിൽ പിന്നോട്ട് വരികയും ചോദിക്കപ്പെട്ടു, എന്താണ് നിങ്ങൾ പിന്നോട്ട് വന്നത്? പറഞ്ഞു, ഞാൻ നരകത്തെ കണ്ടു. അവിടെ കണ്ട സന്ദർഭത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടത് നരകത്തിൽ കറങ്ങുന്നതായിട്ട് ആരെയാണ്? അംറു ഇബ്നു ലുഹൈനെയാണ്, അഥവാ ശിർക്കിന് കൂട്ടുനിന്നാൾ. അതുപോലെ ശിർക്കിന് കൂട്ടുനിൽക്കുക പോലോത്തതായ ഖബർ സിയാറത്ത് ചെയ്യുന്നതിന് പകരം, ഖബർ സന്ദർശിക്കുന്നതിന് പകരം, ഖബറുകളുടെ അടുക്കൽ ചെന്നുകൊണ്ട് അവര് മഹാത്മാക്കളുടെ ഖബറാവട്ടെ, സാധാരണക്കാരുടെ ഖബറാവട്ടെ, ആരാണെങ്കിലും അവരോട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് അവർക്ക് ഇസ്ലാമിക സിയാറത്ത് നമുക്ക് റസൂൽ കൽപ്പിച്ച രൂപത്തിൽ ആ സലാം പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അങ്ങനെയുള്ള ആ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിന് പകരം ആ ഖബറുകളെ, ചില ഖബറുകളെ ഒലിഹിന്റെ പേരിലാണ് എന്നും മഹാത്മാവിന്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ഖബറുകളെയെല്ലാം എന്ത് ചെയ്യുന്നു? കാശുണ്ടാക്കാൻ വേണ്ടി, പിരിവുണ്ടാക്കാൻ വേണ്ടി അതിൽ ഉറൂസ് ആരംഭിക്കുന്നു, ഉറൂസിന് പതാക ഉയർത്തുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഏതെങ്കിലും ഒരു ഉറൂസിന് ഒരാൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പതാക ഉയർത്തുമ്പോൾ ഖിയാമത്ത് നാൾ വരെ ആ ഖബറിന്റെ കാരണത്താൽ ശിർക്ക് ചെയ്യുന്നവരുടെ തെറ്റ് ആ പതാക ഉയർത്തിയവന് കിട്ടിക്കൊണ്ടേ ഇരിക്കുമെന്ന അർത്ഥത്തിലേക്ക് ഇത് യഥാർത്ഥത്തിൽ നാം ഈ കേട്ടതായ അംറു ഇബ്നു ലുഹൈന്റെ കഥയിൽ നിന്നിട്ട് നാം പഠിക്കേണ്ടതായ പാഠമാണ്. അതുപോലെ തന്നെ ഇന്ന് മക്ക ഇമാമ് പറഞ്ഞ ഭാഗത്തിൽപ്പെട്ടതാണ് ഖദറിനെ ആദ്യമായിട്ട് നിഷേധിച്ച വ്യക്തി, അത് മഅബദുൽ ജുഹനി എന്ന വ്യക്തിയായിരുന്നു. ആദ്യ കാലഘട്ടത്തിൽ തന്നെ മഅബദുൽ ജുഹനിയെ പോലത്തതായ ആൾക്കാർ ഖദറിനെ നിഷേധിച്ചു. 1, 2, 3 നൂറ്റാണ്ടുകളിലൊക്കെ ഖബറിനെ നിഷേധിക്കുന്നവരുണ്ടായിരുന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കൂഫയിൽ നിന്നിട്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ, അങ്ങനെയുള്ള വാർത്തകൾ വന്നതിനെ കുറിച്ച് കേട്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിലുള്ള പള്ളിയിൽ വെച്ചിട്ട് അത് പറഞ്ഞവരോട് ദേഷ്യപ്പെട്ടു. ഞാൻ അവനിൽ നിന്നിട്ട് ബരീആണ്, അവൻ എന്നിൽ നിന്നിട്ട് ബരീആണ്, അഥവാ ഞാനും അവരുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് ഇതുപോലെയുള്ളതായ തത്വം പറഞ്ഞു നടന്ന, അഥവാ മഅബദുൽ ജുഹനിയെ പോലത്തവർ കൊണ്ടുവന്നതായ തത്വം പറഞ്ഞു നടന്ന, അഥവാ ഖദറിനെ നിഷേധിച്ച, അള്ളാഹുവിന്റെ ഖദറിലൂടെയാണ് ഇവിടെ എല്ലാം സംഭവിക്കുന്നത് എന്ന ആ ഖദറിനെ നിഷേധിച്ചതായ വിഭാഗത്തിലേക്ക് സൂചന നൽകിക്കൊണ്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു സംസാരിച്ചതായിട്ട് സഹീഹ് മുസ്ലിമിൽ കാണാവുന്നതാണ്. അങ്ങനെയുള്ള ആ വ്യക്തിക്ക് ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം ഖദറിനെ നിഷേധിക്കുന്നുവോ അല്ലെങ്കിൽ ഖദറിൽ സംശയം ഉണ്ടാക്കുന്നുവോ അങ്ങനെയുള്ളവരുടെ എല്ലാം പാപം, കുറ്റം അവന് ലഭിച്ചുകൊണ്ടേ ഇരിക്കും എന്നർത്ഥം. അതെ, അതുകൊണ്ട് മക്ക ഇമാമ് ലോക മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത ഭാഗമാണ് നാം എന്ത് വേണം? നഹ്രിസു, നാം ശ്രദ്ധ ചെലുത്തണം, നമുക്ക് അലച്ചയുണ്ടാവണം, നമുക്ക് അത്യാഗ്രഹമുണ്ടാവണം. എന്തിൽ? അന്നകൂന സബ്ബാഖീന ലിൽ ഖൈർ, നാം എപ്പോഴും നന്മയിലേക്ക് ഉദിക്കുന്നവരായി മാറാൻ, നന്മ ചെയ്യുന്നതിൽ മുൻപന്തിയിലേക്ക് എത്തുന്നവരായി മാറാൻ, നാം ഫസ്റ്റ് സഫിൽ നിൽക്കാൻ, ആദ്യമായിട്ട് പള്ളിയിലേക്ക് ചെല്ലാൻ. ഇന്നിപ്പോ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇവിടെ സൗദി അറേബ്യയിലുള്ളതായ ഇസ്ലാമിക കാര്യാലയത്തിന്റെ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വന്നു. ഇവിടുത്തെ ഹൈഅത്തുൽ അംർ ബിൽ മഅറൂഫിന്റെ പ്രഖ്യാപനത്തിലൂടെ നമസ്കാരത്തിൽ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടി അതിനുള്ളതായ ഒരു പ്രത്യേക ഒരുക്കവും തയ്യാറെടുപ്പും ഒക്കെ ഉണ്ടാവുകയും ഇവിടെയുള്ളതായ ഉപപള്ളികളിൽ, മക്ക മദീനയല്ലാതെ ഉപപള്ളികളിലുമെല്ലാം ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യണമെന്നൊക്കെ ഇന്ന് പ്രഖ്യാപനം വന്നതായിട്ട് കാണാൻ സാധിച്ചു. എന്ത് കാരണത്താൽ? ഇവിടെ പള്ളികളിലേക്ക് വരുന്നവരെ പ്രേരിപ്പിക്കുക. ലോകത്തിലുള്ളതായ എല്ലാ രാഷ്ട്രങ്ങളിലും നാടുകളിലുമുള്ള പള്ളികളിലെല്ലാം മുസ്ലിങ്ങൾ നമസ്കരിച്ചുകൊണ്ടേ ഇരുന്ന പള്ളികളാണെങ്കിലും ഈ കൊറോണ യുഗത്തിൽ എന്ത് സംഭവിച്ചു? പലരും തൽക്കാലമായിട്ട് കുറെ മാസങ്ങൾ പള്ളിയിൽ പോകാതിരിക്കുകയും ചെയ്തു. പിന്നെ അവരെ പള്ളിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്ത് വേണ്ടി വരും? ഒന്ന് അവരെ പ്രേരിപ്പിക്കേണ്ടി വരും, ഒന്ന് അവർക്ക് ആവേശം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, ഒന്ന് അവർക്ക് ഉന്മേഷം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അതിനുവേണ്ടിയായിരിക്കാം പണ്ഡിതന്മാർ അങ്ങനെ പ്രഖ്യാപിച്ചത്. ഏതായാലും ഇരിക്കട്ടെ, പറഞ്ഞു വരുന്നത് സബ്ബാഖീൻ എന്ന തത്വം പറയുമ്പോൾ, അഥവാ മുൻപന്തിയിലേക്ക് നാം ഖൈറിൽ എത്തണമെന്ന തത്വം പറയുമ്പോൾ അത് നമസ്കാരത്തിലാണ് നാം അതിനെ കൂടുതൽ പരിഗണിക്കേണ്ടത്. അത് ഒന്നാമത്തെ സഫിൽ തന്നെ നമസ്കരിക്കുവാനും ഒന്നാമത്തെ റക്അത്തിൽ തന്നെ തക്ബീറത്തുൽ ഇഹ്റാമിൽ തന്നെ പങ്കെടുക്കുവാനും എന്നിട്ട് നമസ്കാരത്തിന്റെ പരിപൂർണമായ കൂലി സമ്പാദിക്കുവാനും നാം പരിശ്രമിക്കാൻ വേണ്ടി നാം മുന്നിലേക്ക് ഇറങ്ങേണ്ടതാണ്, നാം മുൻപന്തിയിലേക്ക് എത്തേണ്ടതാണ്. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.
നൽകുമാറാകട്ടെ. നോക്കൂ, നമ്മുടെ നേതാവായ മൂസ നബി അലൈഹി ഇസ്ലാമിന് തൗറാത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മഹാഗ്രന്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തിൽ നിന്നിട്ട് അവന് വേണ്ടി തയ്യാർ ചെയ്തിട്ട് ഇറക്കുന്ന ഗ്രന്ഥം, അവന് വേണ്ടി അള്ളാഹിന്റെ കലാമായ ആ തൗറാത്തിൽ ഉൾക്കൊള്ളുന്നതായ ആ തത്വങ്ങളെ ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടി തീരുമാനിച്ചിറങ്ങാം. ആ രംഗത്തിൽ മഹാനായ മൂസയോട് അലൈഹിസ്സലാം വരാൻ കൽപ്പിച്ചു. അങ്ങനെ മഹാനായ മൂസ നബി അലൈഹിസ്സലാം കൽപ്പിക്കപ്പെട്ട ആ വാഗ്ദാനം അനുസരിച്ച് ഒരുങ്ങി തയ്യാറെടുത്തു. അവരുടെ സമൂഹത്തോടുകൂടി പോകുമ്പോൾ മഹാനായ മൂസ നബി അലൈഹിസ്സലാം മുൻപന്തിയിൽ, അവരൊക്കെ എവിടെയോ ഉണ്ട്, എത്തിയിട്ടില്ല, വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പതുക്കെ പതുക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹ് ചോദിച്ചു, മാ അജലക അൻ ഖൗമിക യാ മൂസ, സമൂഹം എത്തുന്നതിന് മുമ്പ് നിങ്ങൾ എന്തേ ധൃതി കൂട്ടി വന്നത്? താല, മഹാനായ മൂസ പറയുകയുണ്ടായി, ഹും ഊലായി അലാ ഇസ്രി, എന്റെ ബേക്കിലുണ്ട് റബ്ബേ, അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് റബ്ബേ, പക്ഷേ അജിൽതു ഇലൈക റബ്ബി ലിതർള, നിന്നിലേക്ക് നിന്റെ അനുഗ്രഹീത ഗ്രന്ഥത്തെ വാങ്ങാൻ വേണ്ടി പെട്ടെന്ന് വരണം എന്ന നിർബന്ധം എനിക്കുണ്ടായി. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എത്തിയതാണ് റബ്ബേ എന്ന് മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം പറയുകയുണ്ടായി എന്നാണ്. അതെ, നാം എന്ത് വേണം? മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടി, ധൃതി കൂട്ടി എത്താൻ വേണ്ടി പാടുപെടണം നന്മ ചെയ്യുന്ന കാര്യത്തിൽ എന്നതാണ് പറഞ്ഞു വന്നത്. അതെ, ഇവിടെ വഖഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായിട്ട് വഖഫ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ്? മുഹൈരീഖ് എന്ന ഒരു യഹൂദി വന്നിട്ട് ഉഹദ് പോർക്കളത്തിൽ അദ്ദേഹം ജൂതന്മാരുടെ കൂട്ടത്തിൽ ദേശത്തിന് വേണ്ടി പോരാടിയതായിരിക്കാം, അല്ലാഹു അഅലം, നമുക്കറിയുകയില്ല. ഏതായാലും അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മുസ്ലിങ്ങളുടെ അണിയിൽ നിന്നുകൊണ്ട് പോരാടാൻ തീരുമാനിച്ചു. അങ്ങനെ മുഹൈരീഖ് ഖൈറു യഹൂദ്, യഹൂദികളിൽ ഉത്തമനാണ് മുഹൈരീഖ് എന്ന് റസൂൽ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ വ്യക്തി വന്ന സന്ദർഭത്തിൽ, ഈ പോരാട്ടത്തിൽ ഞാൻ മരിച്ചാൽ എന്റെ 7ഓളം ഭൂമികളുണ്ട്, തോട്ടങ്ങളുണ്ട്, ആ തോട്ടങ്ങളെ വഖഫ് ചെയ്യണം, ഇത് അള്ളാന്റെ വഴിയിലാക്കി മാറ്റണം എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് മുഹൈരീഖിന്റെ തോട്ടങ്ങളെ ആദ്യമായിട്ട് വഖഫ് ചെയ്തത് ഇസ്ലാമിന് വേണ്ടി. അതുപോലെ ഇസ്ലാമിന് വേണ്ടി ആരെല്ലാം എന്തെല്ലാം മുൻപന്തി ചെയ്യുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും പുതുതായി ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളതായ വ്യക്തിക്ക് എന്തുണ്ട്? അതിനുശേഷം ചെയ്യുന്നവരുടെ എല്ലാം പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും എന്നാണ്. അതെ, ഇത് മക്ക ഇമാമ സംസാരിച്ച വിഷയത്തിന്റെ ഷോർട്ടായ ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. എന്നാൽ ഞാൻ നേരത്തെ ഉറൂസിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, അത് യഥാർത്ഥത്തിൽ മക്ക ഇമാമ പറഞ്ഞതായ അംർ ഇബ്നു ലുഹൈന്റെ വിഷയത്തിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പാഠങ്ങളിൽ പെട്ടതാണ്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ് ശർറുൽ ഉമൂരി മുഹദസാതുഹാ, വിഷയങ്ങളിൽ ഏറ്റവും ഷർറായ കാര്യം ജനങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നതായ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഉറൂസി എന്ന പേരിൽ കേരളത്തിൽ ഉണ്ടാവുന്നതാവട്ടെ, ലോകത്തിൽ ആസകലം ബിദ്അത്ത് ചെയ്യുന്നവരുടെ നാടുകളിൽ വ്യാപകമാകുന്നതാവട്ടെ, സൗദി അറേബ്യയിൽ ഇല്ലാത്തതായ കാര്യങ്ങളാണ് അതൊക്കെ. അങ്ങനെയുള്ളതായ ആ ഉറൂസുകൾ, അതിന്റെ ബേക്കിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങൾക്കൊക്കെ അറിയാം, കേരളത്തിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേകിച്ച്. അതൊക്കെ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് 1, 2, ഒരു നൂറ്റാണ്ട് പഴക്കമേ ഉള്ളൂ കേരളത്തിലുള്ളതായ ഉറൂസുകൾക്ക് എന്ന് കേരളത്തിലുള്ള സമസ്തക്കാരുടെ പുസ്തകങ്ങളിൽ തന്നെ ഇഫാദത്തുൽ അൻവാർ ഫീ ശർഹി നൂറുൽ അബ്സാർ എന്ന പുസ്തകത്തിൽ വായിക്കാൻ സാധിച്ചു. അത് അടുത്ത കാലഘട്ടങ്ങളിലായിട്ടാണ് ഉറൂസ് എന്ന പേരിൽ കേരളത്തിലേക്ക് വന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള ഒരു ഉദാഹരണം പറയാൻ കാരണം. ഏതായാലും ഇരിക്കട്ടെ, നമുക്ക് ഈ മക്ക ഇമാം പറഞ്ഞ വിഷയമാകുന്ന മുൻപന്തിയിലേക്ക് എത്തുക എന്തിൽ? ഖൈറാത്തുകളിൽ എന്ന ആ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് കുതിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് ഷെയ്ഖ് ഹുസൈൻ ആൽ ഷെയ്ഖ് മദീനയിൽ സംസാരിച്ചതായ വിഷയവും യഥാർത്ഥത്തിൽ ഷോർട്ടായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞതെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഇവിടെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം ഇവിടെ പരീക്ഷണ ഹാളിലാണ്. അതുകൊണ്ട് യഫ്അലുല്ലാഹു ബിഅദാബിക്കും ഇൻ ശകർതും വ ആമൻതും, അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കേണ്ട ആവശ്യം അവനില്ലേ ഇല്ല. നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട്, അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ എന്ന ആയത്തോതിയും കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഖുത്ബയെ അദ്ദേഹം തുടങ്ങി വെച്ചത്. എന്നാൽ ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, അടിമയെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശോധിച്ചുകൊണ്ടേ ഇരിക്കുന്നതായ കാലത്തിലാണ്, യുഗത്തിലാണ് നാം ഇപ്പോൾ, ഈ കൊറോണ യുഗം. അങ്ങനെയുള്ള യുഗത്തിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണത്തിൽ റാങ്ക് നേടണം, അഥവാ മുൻപന്തിയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കണം. മക്ക ഇമാം പറഞ്ഞതായ അല്ലാഹു പറയുന്ന ശരി കേൾക്കുക, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ലിയുദീഖഹും ബഅദല്ലദീ അമിലു. ഫസാദ് വ്യാപകമായിരിക്കുകയാണ്, കരയിലും കടലിലുമെല്ലാം
ഫസാദ് വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. എന്തേ? അവര് ചെയ്തതായ ക്രൂരകൃത്യത്തിന് തക്കതായ പ്രതികാരം അവർക്ക് ലഭിക്കാൻ വേണ്ടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നാം പരീക്ഷണ ഹാളിലാണ്. അതുകൊണ്ട് ഈ പരീക്ഷണ ഹാളിൽ നാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരീക്ഷിക്കുന്ന പരീക്ഷണത്തിൽ നാം റാങ്ക് നേടാൻ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, പാശ്ചാത്തപിച്ചുകൊണ്ട്, തൗബ ചെയ്തുകൊണ്ട്, അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വരുന്നതായ ഈ പരീക്ഷണങ്ങൾ അവരെ ഹസനാത്തുകൾ കൊണ്ട് പരിശോധിക്കും. അതെ, ഹസനാത്തുകൾ കൊണ്ട് അള്ളാഹു നമ്മെ പരിശോധിക്കും, സയ്യാത്ത് കൊണ്ടും പരിശോധിക്കും. ഇതൊക്കെ അള്ളാഹുവിന്റെ ശൈലിയാണ്. അപ്പോൾ ഹസനാത്തുകളിൽ കൂടിയുള്ള പരിശോധനയാവട്ടെ, സയ്യാത്തിലൂടെയുള്ള പരിശോധനയാവട്ടെ, ആ പരീക്ഷണങ്ങളിലെല്ലാം നാം വിജയിക്കുവാനും അതിന്റെ മുമ്പിൽ വെപ്രാളം കാട്ടാതെ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നിട്ട് വരുന്നത് വരട്ടെ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷമ കൈകൊള്ളുവാനും, എന്ന് മാത്രമല്ല അതിൽ നിന്നിട്ട് പഠിക്കേണ്ട പാഠങ്ങൾ പഠിക്കുവാനും, എന്നിട്ട് അതിലൂടെ നാം പ്രചോദനം ഉൾക്കൊള്ളുവാനും പാടുപെടണം. അതെ, പണ്ടുള്ളവരിൽ നിന്നിട്ട് പലരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേക്കാളും കൂടുതൽ നമുക്കൊക്കെ ചെറിയ ചെറിയ പരീക്ഷണമാണ് നന്നായി ശിക്ഷിച്ചു. വലഖദ് അഖദ്നാ ആല ഫിർഔന ബിസ്സിനീന വനഖ്സിം മിനസ് സമറാത്തി ലഅല്ലഹും യദ്ദക്കറൂൻ. അവരെ അഥവാ ഫറോവന്റെ ഖൗമിനെ പോലെ വർഷങ്ങൾ അവർക്ക് ക്ഷാമം നൽകിക്കൊണ്ട്, ഭക്ഷണക്ഷാമം, ഭക്ഷണം ഇല്ല, വെള്ളമില്ല, പ്രയാസപ്പെട്ടു. അതുപോലത്തെ പല പല പരീക്ഷണങ്ങൾ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിരുന്നു. എന്നിട്ട് അവര് ആ പരീക്ഷണങ്ങളിലൂടെ പാഠം ഉൾക്കൊണ്ടില്ല. അള്ളാഹു ഉദ്ദേശിച്ചത് അവരെ എന്ത് ചെയ്യാനാണ്? അതിലൂടെ പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അതെ, മദീന ഇമാം തുടരുന്നു, നാം എന്ത് വേണം? ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടണം, അള്ളാഹുലേക്ക് പാശ്ചാത്തപിക്കണം, അള്ളാഹുലേക്ക് ധർമ്മം ചെയ്തുകൊണ്ട്, സദഖ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് അടുക്കാൻ വേണ്ടി പാടുപെടണം. പണ്ടുള്ളതായ കാലഘട്ടങ്ങളിൽ അംവാസി എന്ന ആ രോഗം പിടിപെട്ട സന്ദർഭം, അംവാസ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, പലപ്പോഴും നാം കേൾപ്പിച്ചതാണ്. അംവാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേഗ് രോഗമാണ്. അതിൽ മഹാനായ അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, അങ്ങനെയുള്ള നമ്മുടെ നേതാക്കളൊക്കെ ആ മാരകമായ രോഗത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ആ പ്ലേഗ് രോഗത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അങ്ങനെയുള്ളതായ ആ പ്ലേഗ് രോഗത്തിൽ 25,000-ഓളം പേര് ആ നാട്ടിൽ മരിച്ചു. സിറിയ പോലത്തതായ ക്ഷാമഭാഗത്തിൽ മരിച്ചു എന്നാണ്. പക്ഷേ അത് ഉയരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ കാട്ടുമ്പോലെ, അറിവില്ലാത്തവർ കാട്ടുമ്പോലെ പോക്കറ്റിൽ നിന്നിട്ട് ദിക്ർ പറഞ്ഞു കൊടുക്കലല്ല, പോക്കറ്റിൽ നിന്നിട്ട് ഇഷ്ടാനുസരണം ഇന്ന സൂറത്ത് ഇന്നത്തെ ഇത്ര തവണ ഇത്ര ദിവസം ഓതിയാൽ നമുക്ക് ഈ കൊറോണ മാറി കിട്ടുമെന്ന് പറയലല്ല, അല്ലെങ്കിൽ എന്റെ ശൈഖ് എനിക്ക് ഇജാസത്ത് തന്നു എന്ന് പറയാനെന്ന് പറയലല്ല. മറിച്ച് നമുക്കിവിടെ തയ്യാറായ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, റസൂലുള്ളാഹി പഠിപ്പിച്ച, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച അദ്കാറുകളും പ്രാർത്ഥനകളും ധാരാളമുണ്ട്. അത് തന്നെ ഓതിക്കൊണ്ടിരിക്കുക, അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതല്ലാതെ നമ്മുടെ പോക്കറ്റിൽ നിന്നിട്ട് നാം ഉണ്ടാക്കാൻ പാടുള്ളതല്ല. അത് വിദഅത്തായി മാറുന്നതാണ്. അതിന് യഥാർത്ഥത്തിൽ തെളിവും അവരുടെ മുമ്പിലില്ല. അതുകൊണ്ട് നാം എന്ത് വേണം? ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ മദീന ഇമാം പറഞ്ഞതുപോലെ അള്ളാഹിലേക്ക് മടങ്ങുക. അതുപോലെ ഷാമിൽ കാട്ടിയത് എന്താണ്? അവർ ധാരാളം അള്ളാഹുവിന്റെ മുമ്പിൽ ധർമ്മം ചെയ്തു, അള്ളാഹ്ക്ക് വേണ്ടി ധർമ്മം ചെയ്തു. അങ്ങനെ ധർമ്മം വർദ്ധിപ്പിച്ചു 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 അള്ളാഹു അവരിൽ നിന്നിട്ട് കോളരയെ ഉയർത്തുകയും ചെയ്തു, ആ രോഗത്തെ ദൂരപ്പെടുത്തുകയും ചെയ്തു. അതാണ് സംഭവിച്ചത്. ആ രൂപത്തിൽ നമ്മുടെ മുമ്പിലുള്ളതായ ഈ കൊറോണ, ഈ കോവിഡ് എന്ന രോഗം നമ്മിൽ നിന്നിട്ട് ദൂരപ്പെടാൻ, നമ്മോട് വിട വാങ്ങാൻ നാം അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പാടുപെടുക. എന്തിലൂടെ? ധർമ്മത്തിലൂടെ, പ്രാർത്ഥനകളിലൂടെ, അപ്രകാരം തന്നെ അധികാരികളിലൂടെ, അതുപോലെ കൃത്യമായിട്ട് നമസ്കാരങ്ങൾ പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റുന്ന നാടുകളിൽ പള്ളിയിൽ ചെന്നുകൊണ്ട് പുരുഷന്മാർ, സ്ത്രീകൾ പള്ളിയിലാവട്ടെ വീട്ടിലാവട്ടെ കൃത്യസമയത്ത് തന്നെ നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതികരകരമാക്കാൻ വേണ്ടി പാടുപെടുക. ഇതൊക്കെ മദീന ഇമാമ് ഉണർത്തിയതായ ഭാഗമാണ്. വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹനാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. പട്ടണവാസികളും ഇവിടെയുള്ള ജനങ്ങളും അവര് അള്ളാഹുവിലേക്ക്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിച്ച്, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹ്ക്ക് മാത്രം ആരാധിച്ച്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കി അറുത്ത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നാൽ അള്ളാഹു പറയുന്നു എന്ത് സംഭവിക്കും? വത്തഖൗ ലഫതഹനാ അലൈഹിം, അവർക്ക് നാം തുറന്നു കൊടുത്തിരുന്നേനെ ബറകാത്തിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശത്തിൽ നിന്നിട്ടും ഭൂമിയിൽ നിന്നിട്ടും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ. വലാകിൻ, സംഭവിക്കുന്നത് എന്താണ്? എന്ത് കൊറോണയിലൂടെ പരിശോധിച്ചാലും, എന്ത് രൂപത്തിൽ പരിശോധിച്ചാലും മടക്കമില്ല. തോന്നിവാസത്തിൽ തന്നെ നിൽക്കുന്നവർ അങ്ങനെ തന്നെ, അനാചാരം ചെയ്യുന്നവർ അങ്ങനെ തന്നെ, ബിദ്അത്ത് ചെയ്യുന്നവർ അങ്ങനെ തന്നെ, അള്ളാഹു അല്ലാത്ത വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിനെ തരം താഴ്ത്തുന്ന വിഭാഗം അങ്ങനെ തന്നെ, ഷിയാക്കളോട് പിന്തുടർച്ച കൈകൊണ്ടുകൊണ്ട് അവർ കാട്ടുമ്പോലെയുള്ളതായ അനാചാരങ്ങളും തോന്നിവാസങ്ങളും അനിസ്ലാമിക നേർച്ചകളും ഉറുസുകളും കാട്ടുന്നവർ അങ്ങനെ തന്നെ. ഒരു ചേഞ്ചില്ല, ഒരു വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ
ആണെങ്കിൽ അപകടമാണ്. അള്ളാഹുവിന്റെ കോപവും ശാപവും ഇറങ്ങാൻ സാധ്യതയുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പണ്ടുള്ളവരെ സംബന്ധിച്ച് അള്ളാഹ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്ന എന്താണ്? വലാകിൻ കദ്ദബു, പക്ഷേ അവർക്ക് നാം ഇറക്കുന്ന പരീക്ഷണത്തിലൂടെ അവര് ശരിക്കും പാഠം പഠിക്കാതെ അള്ളാഹിലേക്ക് മടങ്ങാതെ അവർ ചെയ്യുന്നതിൽ തന്നെ അടിയുറച്ചു നിന്ന് അവർ തോന്നിവാസങ്ങൾ കാട്ടി അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിച്ചപ്പോൾ അവർ ചെയ്ത ക്രൂര കൃത്യത്തിന് പകരം അവരെ നാം പിടിച്ച് ശിക്ഷിച്ചു. അവരെ നമ്മുടെ ശിക്ഷ പിടികൂടി. അത് ദുനിയാവിൽ നിന്നിട്ട് തന്നെ അവർക്ക് കിട്ടിയതായ ശിക്ഷയാണ്. മുൻപന്മാരെ സംബന്ധിച്ചിടത്തോളം ഉമ്മത്ത് മുഹമ്മദിനോട് അള്ളാഹ്ക്ക് മൊത്തത്തിൽ എല്ലാ തെറ്റ് ചെയ്യുന്നവരോട് സ്നേഹമുള്ളത് കൊണ്ടല്ല, മറിച്ച് റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന ഫലമായിട്ടാണ് നമ്മെ ദുനിയാവിൽ വെച്ചിട്ട് ശിക്ഷ ഇവിടെ ഇറക്കി നശിപ്പിക്കാത്തത്. പക്ഷേ നാം അർഹരല്ലാത്തത് കൊണ്ടല്ല എന്നതുകൂടി നാം അടിവരായിട്ട് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് മാഫ് ചെയ്തു തരട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മിൽ നിന്നിട്ട് ഇറങ്ങിയതായ ഈ കൊറോണയെ, ഈ പരീക്ഷണത്തെ നമ്മിൽ നിന്നിട്ട് അള്ളാഹു പെട്ടെന്ന് ഉയർത്തുമാറാകട്ടെ. അതിൽ പ്രയാസപ്പെട്ടവർക്കെല്ലാം, മുസ്ലിങ്ങൾക്കെല്ലാം അള്ളാഹു തക്കതായ പ്രതികൾ നൽകുമാറാകട്ടെ. അവരിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين وانصرنا على القوم الكافرين. اللهم من أرادنا وأراد الإسلام والمسلمين وأراد بلاد الحرمين سوءا فأشغله في نفسي وجعل تدبيره تدميره يا حي يا قيوم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.